എന്നാൽ വിനേഷിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട വിഷയവും രാഷ്ട്രീയവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമാണ്. ചുരുങ്ങിയത് 3 അന്താരാഷ്ട്ര സംഘടനകളെങ്കിലും വിനേഷിന് അയോഗ്യത കൽപ്പിക്കുകയോ ആ അയോഗ്യത ശരിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുവദനീയമായ ശരീരഭാരത്തിനേക്കാൾ 50 ഗ്രാം മാത്രം കൂടുതലുള്ള ഒരു കായിക താരത്തിന് അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള നിയമാവലിയുള്ള ഒരു കായിക ഇനത്തിൽ 100 ഗ്രാം ഭാരം എന്ന് പറയുന്നത് നിശ്ചയമായും ഓവർ വെയ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അനീതിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് വിഭാഗത്തിൽ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് ഒരു മെഡൽ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് അവർ ആദ്യത്തെ 3 റൗണ്ടുകളിലും ഉയരുകയും ചെയ്തു. അങ്ങനെ സെമി ഫൈനൽ ജയിച്ച് ഫൈനലിലേക്ക് അവർ യോഗ്യത നേടി. എന്നാൽ ഫൈനൽ ദിവസം രാവിലെ അവരുടെ ഭാരം നോക്കുന്ന സമയത്ത് അനുവദനീയമായ ഭാരത്തിനേക്കാൾ കൂടുതലായിരുന്നു അവരുടെ ഭാരം എന്നതുകൊണ്ട് അവർ അയോഗ്യയാക്കപ്പെടുകയും അങ്ങനെ അവർക്ക് ഉറപ്പായിരുന്ന വെള്ളി മെഡൽ ഇല്ലാതെയാവുകയും ചെയ്തു. സ്വർണത്തിനുള്ള മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അയോഗ്യതയും കിട്ടി. ഇതിനെ തുടർന്ന് അത് വലിയൊരു വിവാദമായി. വിനേഷ് ഫോഗട്ട് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകി. ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് വേണ്ടി അതിൽ പങ്കുചേർന്നു. പക്ഷേ അതിന്റെ തീരുമാനം അന്തിമമായി വന്നിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. അവർക്ക് മെഡൽ ഇല്ല എന്നുള്ളതാണ് തീരുമാനം. ഇതേ തുടർന്ന് വിനേഷ് ഫോഗട്ട് കടുത്ത അനീതിയാണ് നേരിടുന്നത് എന്ന രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷനെതിരെ സമരം ചെയ്തിരുന്ന ആളായതുകൊണ്ടും അതിലൊരു രാഷ്ട്രീയ നിറമുണ്ടായിരുന്നതുകൊണ്ടും ആ രീതിയിൽ അവരെ പിന്തുണയ്ക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലർക്കും ഈ തീരുമാനത്തിനെ അനുകൂലിക്കുന്നതിനും എതിർക്കുന്നതിനുമൊക്കെ പല കാരണങ്ങളുണ്ടായേക്കാം. എന്നാൽ വളരെ നിഷ്പക്ഷമായി ഈ ഒരു തീരുമാനത്തിനെ വിലയിരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ പ്രധാനമായും പരിഗണിക്കേണ്ട 7 പോയിന്റുകളുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഓരോന്നും പ്രത്യേകം പറയുന്നതിനാണ് ഈ വീഡിയോ. ഒന്നാമത്തെ കാര്യം നിയമാവലി തന്നെയാണ്. ഒളിമ്പിക്സിൽ ഒരു താരം ഏത് വിഭാഗത്തിലാണോ മത്സരിക്കുന്നത് അതിന് അനുവദനീയമായിരിക്കുന്ന പരമാവധി ഭാരം മാത്രമേ അയാൾക്കുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. അതായത് 50 കിലോഗ്രാം വിഭാഗത്തിലാണ് ഒരു താരം മത്സരിക്കുന്നത് എങ്കിൽ അയാൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന പരമാവധി ശരീരഭാരമാണ് 50 കിലോഗ്രാം. 50 കിലോഗ്രാമിന് മുകളിലുള്ള ഏതൊരു ഭാരവും അനുവദനീയമായിട്ടുള്ള ശരീരഭാരത്തിനേക്കാൾ കൂടുതലാണ് എന്നുള്ള നിയമപരമായിട്ടുള്ള ഗണിതശാസ്ത്രപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും നിലനിൽക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് മത്സര ദിവസം രാവിലെ ഉണ്ടായിരുന്നത് 50 കിലോഗ്രാം 100 ഗ്രാം ഭാരമാണ്. 50 കിലോഗ്രാം 100 ഗ്രാം ഭാരം എന്ന് പറയുന്നത് 50 കിലോഗ്രാമിന് മുകളിലായതുകൊണ്ട് തന്നെ നിയമാവലി പ്രകാരം വിനേഷ് ഫോഗട്ടിന് ആ മത്സരത്തിൽ അയോഗ്യതയുണ്ടാകും. ഇനി രണ്ടാമത് പലരും പറയുന്ന കാര്യം 50 കിലോഗ്രാമിനേക്കാൾ വെറും 100 ഗ്രാം മാത്രമായിരുന്നില്ലേ അവരുടെ അധിക ശരീരഭാരം, അത് അനുവദനീയമായിരുന്നില്ലേ എന്നുള്ളതാണ്. ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ അത് നിയമാവലി പ്രകാരം അനുവദനീയമല്ല എന്നത് തന്നെയാണ് ഉത്തരം. ഈ ഒളിമ്പിക്സിൽ തന്നെ സ്വർണ്ണ മെഡൽ നേടിയ ജപ്പാന്റെ റെയ് ഹിഗുച്ചി എന്ന താരത്തിനെ നോക്കൂ. അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് തന്റെ സ്വന്തം രാജ്യമായ ജപ്പാനിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതിനായിട്ടുള്ള യോഗ്യതാ മത്സരത്തിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാരം അനുവദനീയമായിട്ടുള്ള വെയിറ്റ് കാറ്റഗറി ഭാരത്തിനേക്കാൾ 50 ഗ്രാം കൂടുതലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് ഫൈനൽസിലേക്ക് പ്രവേശനം ലഭിച്ചില്ല. അപ്പോൾ അനുവദനീയമായ ശരീരഭാരത്തിനേക്കാൾ 50 ഗ്രാം മാത്രം കൂടുതലുള്ള ഒരു കായിക താരത്തിന് അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള നിയമാവലിയുള്ള ഒരു കായിക ഇനത്തിൽ 100 ഗ്രാം ഭാരം എന്ന് പറയുന്നത് നിശ്ചയമായും ഓവർ വെയ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അനീതിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, വിനേഷിനും ഈ പറഞ്ഞ ഹിഗുച്ചയ്ക്ക് മാത്രമല്ല ഈ രീതിയിലത്തേക്കുള്ള അയോഗ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിരവധി താരങ്ങൾക്ക് എല്ലാ ഒളിമ്പിക്സുകളിലും ഇങ്ങനെ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ശരീരഭാരത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിനേഷ് ഫോഗട്ടിന് തന്നെ 2016 റിയോ ഒളിമ്പിക്സിൽ ഇതേ അവസ്ഥയുണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല ഈ ഒളിമ്പിക്സിൽ തന്നെ മറ്റ് 2 കായിക താരങ്ങൾക്കെങ്കിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമാനമായ അവസ്ഥ നേരിടുന്ന ഒരുപാട് കായിക താരങ്ങളിൽ ഒരാളുടെ മാത്രം അപ്പീൽ അനുവദിച്ച് അയാൾക്ക് അയോഗ്യത പിൻവലിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് മെഡൽ നൽകാമെന്ന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കായിക താരങ്ങളുടെ അവസ്ഥ എന്താകും എന്നുള്ളത് കൂടി ആലോചിച്ച് നോക്കുക. നാലാമത്, ഒരു ഗുസ്തി താരത്തിന്റെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക, അനുവദനീയമായിട്ടുള്ള ഭാരപരിധിയിൽ തന്നെ ആക്കി നിർത്തുക എന്നുള്ളത് ആ താരത്തിന്റെയും അവരുടെ കോച്ചിന്റെയും മാത്രം ഉത്തരവാദിത്തമാണ്. അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ന്യൂട്രീഷനിസ്റ്റ്, മറ്റ് സ്റ്റാഫുകൾ ഒക്കെ തന്നെയുണ്ട്. ഒരു ദിവസത്തെ ഗുസ്തി മത്സരത്തിന് ശേഷം വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുമ്പോൾ കായിക താരങ്ങളുടെ ഭാരം വർദ്ധിക്കുന്നത് പതിവാണ്. അത് എല്ലാ ഗുസ്തി താരങ്ങളും നേരിടുന്ന ഒരവസ്ഥയാണ്. അത് കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളത് അവരുടെയും കോച്ചിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ ഔദ്യോഗിക വിശദീകരണം നോക്കിയാൽ അതിൽ തന്നെ വിനേഷിന്റെ ന്യൂട്രീഷനിസ്റ്റ് പറയുന്നത് അവർക്ക് ഒരു ദിവസത്തെ മത്സരം കഴിഞ്ഞാൽ അനുവദനീയമായിട്ടുള്ള അമിത ശരീരഭാരം എന്നത് 1.5 കിലോഗ്രാമാണ്. അതായത് 1.5 കിലോഗ്രാം വരെ അവരുടെ ശരീരഭാരം വർദ്ധിച്ചാൽ അതിനെ കുറയ്ക്കുന്നത് എളുപ്പമായിരിക്കും. നേരെ മറിച്ച് ആദ്യ ദിവസത്തെ മത്സരം കഴിഞ്ഞപ്പോൾ വിനേഷിന്റെ ശരീരഭാരം 52.7 കിലോഗ്രാം ആയിരുന്നു. അതായത് 2.7 കിലോഗ്രാം കൂടുതൽ. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു രാത്രി മുഴുവൻ ശ്രമിച്ചത്.
അതിൽ 2.6 കിലോഗ്രാം കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അധികമുണ്ടായിരുന്ന 100 ഗ്രാം കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അഞ്ചാമത്തെ കാര്യം ഇതിലെ രാഷ്ട്രീയമാണ്. വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷനെതിരെയും അതുവഴി BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ തന്നെ സമരം ചെയ്യുന്നയാളാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിനേഷിന് വെള്ളി മെഡൽ ഉറപ്പായപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരുമുണ്ട്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരുമുണ്ട്. എന്നാൽ വിനേഷിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട വിഷയവും രാഷ്ട്രീയവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമാണ്. ചുരുങ്ങിയത് 3 അന്താരാഷ്ട്ര സംഘടനകളെങ്കിലും വിനേഷിന് അയോഗ്യത കൽപ്പിക്കുകയോ ആ അയോഗ്യത ശരിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ബോഡി എന്നത് ഒളിമ്പിക്സ് കമ്മിറ്റി തന്നെയാണ്. അവരാണ് വിനേഷിന് പ്രാഥമികമായിട്ട് അയോഗ്യത കൽപ്പിക്കുന്നത്. രണ്ടാമത്തെ സംഘടന യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ആണ്. അന്താരാഷ്ട്ര രംഗത്ത് ഗുസ്തി മത്സരങ്ങളുടെ നിയന്ത്രണം ഈ സംഘടനയ്ക്കാണ്. അവരാണ് നിയമാവലികൾ ഉണ്ടാക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടത് നിയമാവലി പ്രകാരം തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. മൂന്നാമത്തെ സംവിധാനം കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്ട് അഥവാ CAS എന്നുള്ള ബോഡിയാണ്. ഈ ബോഡിയാണ് വിനേഷിന്റെ അപ്പീൽ പരിഗണിച്ചത്. അപ്പീൽ പരിഗണിച്ചതിന് ശേഷം വിനേഷിന് അയോഗ്യത തുടരും എന്ന് കൽപ്പിച്ചതും ഇവരാണ്. അപ്പോൾ ചുരുങ്ങിയത് 3 അന്താരാഷ്ട്ര കായിക സംഘടനകൾ തന്നെ വിനേഷിന്റെ അയോഗ്യതയെ ശരിവെച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇനി ആറാമത്, വിനേഷ് നമ്മുടെ കായിക താരമാണ് എന്നതിന്റെ പേരിൽ മാത്രം അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരോടാണ്. ഈ അധിക ശരീരഭാരം എന്ന പ്രശ്നം നേരിട്ടത് വിനേഷ് ആയിരുന്നില്ല എന്നും അവരുടെ എതിരാളിയായി വന്നിരുന്ന മറ്റൊരു രാജ്യത്തെ ഒരു കായിക താരമായിരുന്നു എന്നും സങ്കല്പിച്ചു നോക്കുക. വിനേഷിന്റെ ഭാരം 50 കിലോഗ്രാം അല്ലെങ്കിൽ അതിൽ താഴെ. എതിരായി വന്ന കായിക താരത്തിന് 50 കിലോഗ്രാം 100 ഗ്രാം ഭാരം. ആ മത്സരത്തിൽ അവർ വിജയിക്കുന്നു. അവർ വിജയിക്കുന്ന സമയത്ത് അവരുടെ ഭാരം 50 കിലോഗ്രാമിനേക്കാൾ 100 ഗ്രാം അധികമാണ് എന്ന വാർത്ത വരുന്നു. എന്തായിരിക്കും നമ്മുടെ നിലപാട്? ഭാരക്കൂടുതലിന്റെ പേരിൽ ഇപ്പോൾ വിനേഷിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇന്ത്യയോട് കടുത്ത അനീതി കാണിച്ചു. 100 ഗ്രാം ഭാര കൂടുതലുള്ള ഒരു താരമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അവർ വിജയിയായി. അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടോ അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ടോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തയ്യാറാകാത്തത് എന്താണ് എന്നൊക്കെയായിരിക്കും അപ്പോൾ ഇവർ ചോദിക്കുക. ഇനി ഏഴാമത്തെ പോയിന്റ് വിനേഷിന്റെ അപ്പീലുമായി ബന്ധപ്പെട്ടതാണ്. വിനേഷിന് യാതൊരു വിധത്തിലുള്ള സഹായവും നമ്മുടെ സർക്കാർ നൽകിയില്ല എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അത് ശരിയല്ല. ഒരു തീരുമാനത്തിനെ ചലഞ്ച് ചെയ്യാൻ അപ്പീൽ പോകേണ്ടത് കായിക താരമാണ്. അതിനു വേണ്ടുന്ന എല്ലാവിധ ആർബിട്രേഷൻ സൗകര്യങ്ങളും ഗെയിംസ് സംഘാടകരാണ് നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായി ഫ്രഞ്ച് അഭിഭാഷകരെയാണ് അവർ ചുമതലപ്പെടുത്തുന്നത്. എന്നാൽ നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിലൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് 2 അഭിഭാഷകർ കൂടി വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിനേഷിന്റെ പക്ഷം പറയുന്നതിന് വേണ്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഹരീഷ് സാൽവെയെ പോലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ ഇടപെട്ടിട്ടും ഈ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിട്ടില്ല എങ്കിൽ അതിനർത്ഥം നേരത്തെ സൂചിപ്പിച്ചിരുന്ന നിയമാവലി എന്ന് പറയുന്നതിനെ വിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ 3 കായിക സംഘടനകൾക്കും സാധ്യമല്ല എന്നത് തന്നെയാണ്. ഇനിയും മനസ്സിലാകാത്തവർ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റുകളിൽ ആദ്യത്തെ 3 പോയിന്റ് ഒന്നുകൂടി കേൾക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിയമമാണ്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്.